ദൈവം തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പാതി ബുധനാഴ്ചയുടെ വിശുദ്ധ ലിഖിതങ്ങളുടെ പാരായണം. ഒന്നാമത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 22 മുതൽ 27 വരെയുള്ള വാക്യങ്ങളാണ്. അവർ ഗലീലയിൽ സഞ്ചരിക്കുമ്പോൾ യേശു അവരോട്, മനുഷ്യപുത്രൻ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുവാനിരിക്കുന്നു. അവർ അവനെ കൊല്ലുകയും 3-ാം നാൾ അവൻ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. അവരോ ഏറ്റവും ദുഃഖിച്ചു. അവർ കഫർനഹൂമിലെത്തിയാറെ ദ്വിദ്രഹ്മപ്പണം വാങ്ങുന്നവർ പത്രോസിന്റെ അടുക്കൽ വന്ന്, നിങ്ങളുടെ ഗുരു ദ്വിദ്രഹ്മപ്പണം കൊടുക്കുന്നില്ലയോ എന്ന് ചോദിച്ചതിന് ഉവ്വ് എന്നവൻ പറഞ്ഞു. അവൻ വീട്ടിൽ വന്നപ്പോൾ യേശു അവനോട്, ശീമോനെ, നിനക്ക് എന്തു തോന്നുന്നു? ഭൂമിയിലെ രാജാക്കന്മാർ ചുങ്കമോ കരമോ ആരോട് വാങ്ങുന്നു? പുത്രന്മാരോടോ അന്യന്മാരോടോ എന്ന് മുന്നിട്ട് ചോദിച്ചതിന് അന്യന്മാരോട് എന്നവൻ പറഞ്ഞു. യേശു അവനോട്, എന്നാൽ പുത്രന്മാർ ഒഴിവുള്ളവരല്ലോ. എങ്കിലും നാം അവർക്ക് ഇടർച്ച വരുത്താതിരിക്കേണ്ടതിന് നീ കടലിലേക്ക് ചെന്ന് ചൂണ്ടലിട്ട് ആദ്യം കിട്ടുന്ന മീനിനെ എടുത്ത് അതിൻ്റെ വായ തുറക്കുമ്പോൾ ഒരു ചതുർദ്രഹ്മപ്പണം കാണും. അതെടുത്ത് എനിക്കും നിനക്കും വേണ്ടി കൊടുക്ക എന്ന് പറഞ്ഞു. യേശു തമ്പുരാൻ തന്റെ മരണത്തെക്കുറിച്ച് പ്രവചിക്കുകയാണ്. താൻ യെരുശലേമിൽ വെച്ച് പിടിക്കപ്പെടും, അവിടെ വെച്ച് ക്രൂശിക്കപ്പെടും, 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കും എന്നീ കാര്യങ്ങൾ ശിഷ്യന്മാരോട് പറയുമ്പോൾ അവർ ഏറ്റവും ദുഃഖിച്ചു. ഒരു കഫർനഹൂമിലെത്തുമ്പോൾ ദ്വിദ്രഹ്മപ്പണം വാങ്ങുന്നവർ ശീമോൻ പത്രോസിന്റെ അടുക്കൽ ചെന്ന് ചോദിച്ചു, നിങ്ങളുടെ ഗുരു ദ്വിദ്രഹ്മപ്പണം കൊടുക്കുന്നില്ലയോ? ദ്വിദ്രഹ്മപ്പണം വാങ്ങുക എന്ന് പറഞ്ഞാൽ ദൈവാലയ നികുതിയാണ്, ടെമ്പിൾ ടാക്സ്. മോശയുടെ കാലത്ത് തുടങ്ങിയതാണത്. വീണ്ടെടുപ്പ് പണമാണത്. എല്ലാ പുരുഷന്മാർക്കും ഒരേ തുകയാണ്. സമ്പന്നനെന്നോ ദരിദ്രനെന്നോ പണ്ഡിതനെന്നോ പാമരനെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരുപോലെ കൊടുക്കുക. രക്ഷയുടെ കാര്യത്തിൽ, വീണ്ടെടുപ്പിന്റെ കാര്യത്തിൽ മറ്റ് വ്യത്യാസങ്ങളൊന്നുമില്ല, മുഖപക്ഷമില്ല. അതുകൊണ്ട് ദൈവാലയ നികുതി എല്ലാവരും കൊടുക്കണം, എല്ലാവർക്കും ഒരേ തുകയാണ്. യേശുവിന്റെ കാലത്തായപ്പോൾ ആ ദൈവാലയ നികുതി 2 ദ്രഹ്മയാണ്. അപ്പോൾ ദൈവാലയ നികുതി പിരിക്കുന്നവർക്കൊരു സംശയം, യേശു കർത്താവ് പണം കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ? അപ്പൊ ശീമോനോട് വന്ന് ചോദിച്ചു, നിങ്ങളുടെ ഗുരു ദ്വിദ്രഹ്മപ്പണം കൊടുക്കുന്നില്ലേ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഗുരു ഈ പള്ളി ഇടവകക്കാരനാണോ അല്ലയോ എന്നുള്ളതാണ് ചോദ്യം. പള്ളിക്കുടിശ്ശിക തീർക്കാന്ന് പറയും. അപ്പോൾ ശീമോപത്രോസ് പറഞ്ഞു, ഞങ്ങളുടെ ഗുരു കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഇത് മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായത്തിലാണ് ഈ വാക്യം എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിലാണ്, ഇത് കഫർനഹൂമിലാണ്. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ, തൊട്ടു പുറകിലത്തെ അധ്യായത്തിൽ ഇവർ ഫിലിപ്പിന്റെ കൈസറിയ നിൽക്കുകയാണ്. ഫിലിപ്പിന്റെ കൈസറിയ വെച്ചാണ് യേശു ചോദിക്കുന്നത്, നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? അപ്പോഴാണ് ശീമോൻ പത്രോസ് പറയുന്നത്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. കർത്താവിന്റെ നിന്ന് അംഗീകാരവും അഭിനന്ദനവും ഏറ്റുവാങ്ങിയ വിശ്വാസ പ്രഖ്യാപനമാണ്. ബറിയോനെ, ശീമോനെ, നീ ഭാഗ്യവാനാകുന്നു. ജഡരക്തങ്ങളല്ല നിനക്കിത് വെളിപ്പെടുത്തിയ സ്വർഗസ്ഥനായ പിതാവാണ്. ഷുവർലി ഇറ്റ് ഈസ് എ ഗ്രേറ്റ് റെവലേഷൻ. ഇറ്റ് ഈസ് ഫ്രം അവർ ഹെവൻലി ഫാദർ. എന്നാൽ അവിടുന്ന് കഫർനഹൂമിൽ വന്നപ്പം പള്ളിയിൽ നിന്നുള്ള ആളുകൾ വന്നു. അവര് വന്നിട്ട് പത്രോസിനോട് ചോദിച്ചു, നിങ്ങളുടെ ഗുരു ദ്വിദ്രഹ്മപ്പണം കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഉവ്വ് എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഫിലിപ്പിന്റെ കൈസറിയയിൽ വെച്ച് പറഞ്ഞ ആ വിശ്വാസ സത്യം പള്ളിയിൽ നിന്ന് വന്നവരുടെ മുമ്പിൽ വെച്ച് പറയാൻ പത്രോസിന് പറ്റിയില്ല. പത്രോസ് അവരോട് പറഞ്ഞാൽ മതി, ഈസ് ദ സൺ ഓഫ് ലിവിങ് ഗോഡ്. കാരണം ദൈവത്തിന്റെ ആലയമാണിത്.
ദൈവത്തിന്റെ പുത്രനാണത്. അത് ഫിലിപ്പിന്റെ കൈസറിയയിൽ വെച്ച് പറഞ്ഞു, പക്ഷേ കഫർനൗമിൽ വെച്ച് പറഞ്ഞില്ല. അതുകൊണ്ടാണ് യേശു വീട്ടിൽ വന്ന് പറഞ്ഞ പത്രോസിനെ നേരെ വിളിച്ചിട്ട് വെച്ച്, ശീമോനെ, നിനക്ക് എന്ത് തോന്നുന്നു? ഭൂമിയിലെ രാജാക്കന്മാർ ചുങ്കമോ കരമോ പിരിക്കുന്ന ആരിൽ നിന്നാണ്? പുത്രന്മാരിൽ നിന്നാണോ നികുതി പിരിക്കുന്നത്, അതോ അന്യന്മാരിൽ നിന്നാണോ? ശിവ പറഞ്ഞ അന്യന്മാരിൽ നിന്നാണ് എന്ന് പറഞ്ഞ, ശീമോനെ, നീ ഏറ്റുപറഞ്ഞ ആ വിശ്വാസ സത്യം നിന്റെ ഹൃദയത്തിന്റെ അകത്തേക്ക് ആഴത്തിൽ ഇറങ്ങിയില്ല, നീ അതായിത്തീർന്നില്ല. പലപ്പോഴും നമ്മൾ പറയുന്ന വിശ്വാസ സത്യങ്ങൾ നമ്മുടെ ജീവനിൽ ബാധിക്കുന്നില്ല. അതിനെയാണ് വചനം മാംസമായി തീരുക, വചനം ജഡമായി തീരുക. നമ്മൾ പ്രസംഗിക്കുന്നുണ്ട്, ഏറ്റുപറയുന്നുണ്ട്, പക്ഷേ ഇൻ റിയാലിറ്റി നമുക്കത് അനുഭവിക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ ഈ വൈറസ് ബാധയുടെ കാലത്ത് നമുക്ക് ധൈര്യപ്പെടുത്തുന്ന വാക്യങ്ങൾ അറിയാം, വിശ്വാസത്തിന്റെ വചനങ്ങൾ അറിയാം, 91 അസുമുറി അറിയാം, അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തനെ നെല്ലുകിൽ പാർക്കുകയും ചെയ്യുന്നതിന് കർത്താവിനെ കുറിച്ച് പറയണം, ഒരു ബാധയും എന്റെ കൂടാരത്തിനെടുക്കുകയില്ല, അവൻ എന്നെ മറയ്ക്കും, 1,10,000 പേരും വലതുവശത്ത്, ഒരുപാട് കാര്യങ്ങൾ അറിയാം. പക്ഷേ ഇൻ റിയാലിറ്റി അല്ല, ഇൻ ആക്ച്വാലിറ്റിയിൽ നമ്മളിൽ ആ വചനം ജഡമായി തീരുന്നില്ല, ആ വചനം മാംസമായി തീരുന്നില്ല. ഇപ്പൊ ശിമോൻ പത്രോസിന് സംഭവിക്കുന്നതാണ്. ശിമോൻ പത്രോസ് തൊട്ടുപുറകിൽ 16-ാം അധ്യായത്തിൽ പറയാണ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ആകുന്നു. അപ്പം ബാക്കി ശിഷ്യന്മാരും യേശു കർത്താവും ഉള്ളൂ, നല്ലൊരു അസംബ്ലി അവിടെ എന്ന് പറയാൻ. ഇതിപ്പം യെരുശലേം ദേവാലയത്തിൽ നിന്നുള്ള പട്ടാളക്കാരും പിരിവുകാരും ട്രസ്റ്റിയും എല്ലാം വന്ന് നിന്ന് ചോദിക്കുകയാണ്, നിന്റെ ഗുരു ദിദ്രമ പണം കൊടുക്കുന്നില്ലേ? അപ്പൊ അവിടെ ഈ സത്യം പറയാൻ പറ്റിയില്ല. അവിടെ പറഞ്ഞു, കൊടുത്തേക്കാം, നികുതി കൊടുത്തേക്കാം. ഇതാണ് നമ്മളെ ഏറ്റുപറയുന്ന വിശ്വാസം, കൺഫസ് ചെയ്യുന്ന വിശ്വാസം നമ്മുടെ ലൈഫിൽ അത് ജീവനായി വ്യാപരിക്കണം. പിൽക്കാലത്ത് ശിമോന്റെ ജീവിതത്തിലേക്ക് ഈ വചനം ജീവനായി വ്യാപരിക്കുകയാണ്. നമ്മൾ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 4-ാം അധ്യായത്തിലൊക്കെ വരുമ്പം പത്രോസിനെ മേലാൽ ഇനി ഈ നാമത്തിൽ സംസാരിച്ചു പോകരുതെന്ന് പറഞ്ഞ് വളരെ അടുപ്പിച്ചു കഴിഞ്ഞപ്പോൾ പത്രോസ് സംസാരിക്കുക, ചിരിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ദൈവത്തെക്കാൾ അധികം നിങ്ങളെ അനുസരിക്കേണ്ട യാതൊരു കാര്യവുമില്ല. ദൈവപുത്രനായ ക്രിസ്തുവിന്റെ സുവിശേഷം യാഥാർത്ഥ വെളിപ്പാട് പ്രസംഗിക്കാൻ തക്കവണ്ണം equipped and empowered by the Holy Spirit. അതാണ് കർത്താവ് പറഞ്ഞത്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തിയെ പ്രാപിക്കും. അതാണ് നമ്മൾ കാണുന്നത്. അടുത്ത് യേശു കർത്താവ് പറയുകയാണ്, എങ്കിലും അവർക്കിടർച്ച വരാതിരിക്കേണ്ടതിന്, ഇനിയിപ്പോൾ നമ്മൾ ദൈവപുത്രനാന്നൊക്കെ പറഞ്ഞ് പള്ളിയിൽ പോയി പറഞ്ഞ് നീ പ്രശ്നം ഉണ്ടാക്കണ്ട, അതുകൊണ്ട് നീ നേരെ കടലിൽ ചെന്ന് ചൂണ്ടയിടുക. കടലിൽ ചെന്ന് ചൂണ്ടയിട്ടിട്ട് ആദ്യം കിട്ടുന്ന മീൻ്റെ വായ തുറക്കുക. അതിനകത്ത് ഒരു ചതുർദ്രഹ്മ പണം കാണും. എന്ന് പറഞ്ഞാൽ 2 ദ്രഹ്മയാണ് ഒരാൾക്ക് കൊടുക്കേണ്ടത്. അതിനകത്ത് ഒരു ചതുർദ്രഹ്മ പണം കാണും, ഒരു കോയിൻ. 4 ദ്രഹ്മയുടെ ഒരു കോയിൻ കാണും. അതെടുത്തിട്ട് എനിക്കും നിനക്കും വേണ്ടി കൊടുക്കാം. ആ ദ്രഹ്മ എടുക്കുക, ചതുർദ്രഹ്മ. ഒറ്റ കോയിനിൽ എന്റെയും നിന്റെയും ടാക്സ് അടയ്ക്കുക. എന്നുവെച്ചാൽ ക്രിസ്തുവിന്റെ മഹാപൗരോഹിത്യം ഭൂമിയിൽ പ്രതിനിധാനം ചെയ്യുന്നത് സെയിന്റ് പീറ്ററാണ്. അതുകൊണ്ടാണ് എനിക്കും നിനക്കും വേണ്ടി, അല്ല ബാക്കി ശിഷ്യന്മാരെ കൂടെ കൂട്ടി വന്നാൽ അവരുടെ എല്ലാം കൂടെ ടാക്സ് ഒന്നും കർത്താവ് അവിടെ കൊടുക്കുന്നില്ല. ബാക്കി ശിഷ്യന്മാരുടെ ഒന്നും ടാക്സ് ഒന്നും മീൻ്റെ വായിന്ന് എടുക്കുന്നില്ല. അതാണ് ശീമോൻ പത്രോസിന്റെ പ്രത്യേകത. പത്രോസ് എന്ന ശിഷ്യൻ, ദ പ്രൈമസി ഓഫ് സെയിന്റ് പീറ്റർ. ചില ആളുകൾ പറയും എല്ലാ ശിഷ്യന്മാരും ഒരുപോലെയാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ്. എല്ലാ ശിഷ്യന്മാരും ഒരുപോലെ ആണെങ്കിൽ എല്ലാ ശിഷ്യന്മാരുടെ ടാക്സ് മീൻ്റെ വായിന്ന് എടുക്കണമായിരുന്നു. നോ, ക്രിസ്തുവിന്റെ മഹാപൗരോഹിത്യം ഭൂമിയിൽ പ്രതിനിധാനം ചെയ്യുന്നത് സെയിന്റ് പീറ്ററാണ്. ആ സ്വർഗരാജ്യത്തിന്റെ താക്കോൽ പീറ്ററിന്റെ കയ്യിലാണ് കൊടുക്കുന്നത്. മോശയുടെ പൗരോഹിത്യം അഹറോൻ എങ്ങനെ റെപ്രസെന്റ് ചെയ്തോ, യഥാർത്ഥത്തിൽ പൗരോഹിത്യം മോശയുടേതാണ്. മോശയിക പൗരോഹിത്യം അഹറോന് കൊടുത്തു. അതുപോലെ ക്രിസ്തുവിന്റെ പൗരോഹിത്യം, പഴയ നിയമത്തിന്റെ മധ്യസ്ഥൻ മോശയാണ്, പക്ഷേ പഴയ നിയമത്തിൽ പൗരോഹിത്യം അഹ്റോൻ എന്നാ പറയുന്നത്, അഹ്റോന് പൗരോഹിത്യം. അതുപോലെ പുതിയ നിയമത്തിന്റെ മധ്യസ്ഥൻ യേശുവാണ്, എന്നാൽ പുതിയ നിയമത്തിന്റെ പുരോഹിതൻ പത്രോസാണ്. അതാണ് എനിക്കും നിനക്കും വേണ്ടി കൊടുക്കുക എന്ന് ഈ പറയുന്നതിന്റെ പ്രത്യേകത. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം
അതിൻ്റെ 14-ാമത്തെ വാക്യം മുതലാണ് അടുത്ത ഭാഗം. യോഹന്നാന്റെ സുവിശേഷം 7:14-15. പെരുന്നാൾ പാതി കഴിഞ്ഞ ശേഷം യേശു ദൈവാലയത്തിൽ ചെന്ന് ഉപദേശിച്ചു. വിദ്യാഭ്യാസം ചെയ്യാത്ത ഇവൻ ശാസ്ത്രം അറിയുന്നത് എങ്ങനെയെന്ന് യഹൂദന്മാർ പറഞ്ഞ് ആശ്ചര്യപ്പെട്ടു. യേശു അവരോട് ഉത്തരം പറഞ്ഞത്, എൻ്റെ ഉപദേശം എൻ്റേതല്ല, എന്നെ അയച്ചവൻ്റേതത്രേ. അവൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഇച്ഛിക്കുന്നവൻ ഈ ഉപദേശം ദൈവത്തിൽ നിന്നുള്ളതോ ഞാൻ സ്വയമായി പ്രസ്താവിക്കുന്നോ എന്നറിയും. No one has ascended to heaven but he who came down from heaven, that is the Son of Man who is in heaven. അടുത്ത ഭാഗം യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 13 മുതൽ 21 വരെയുള്ള വാക്യങ്ങളാണ്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 13 മുതൽ 21 വരെ. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് മനുഷ്യപുത്രനല്ലാതെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ. തന്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാൻ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവം തന്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്രേ. അവനിൽ വിശ്വസിക്കുന്നതിന് ന്യായവിധിയില്ല. വിശ്വസിക്കാത്തവന് ദൈവത്തിന്റെ ഏകജാതന്റെ പുത്രന്റെ നാമത്തിൽ വിശ്വസിക്കായികയാൽ ന്യായവിധി വന്നു കഴിഞ്ഞു. ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകിയാൽ അവർ വെളിച്ചത്തെക്കാൾ ഇരുളിനെ സ്നേഹിച്ചത് തന്നെ. തിന്മ പ്രവർത്തിക്കുന്നവരെല്ലാം വെളിച്ചത്തെ പകയ്ക്കുന്നു. തന്റെ പ്രവൃത്തിക്ക് ആക്ഷേപം വരാതിരിപ്പാൻ വെളിച്ചത്തിലേക്ക് വരുന്നതുമില്ല. സത്യം പ്രവർത്തിക്കുന്നവരോ തന്റെ പ്രവൃത്തി ദൈവത്തിൽ ചെയ്തിരിക്കാൻ അത് വെളിപ്പെടേണ്ടതിന് വെളിച്ചത്തിലേക്ക് വരുന്നു. ഇത്രയും ഭാഗമാണ് വായനാ ഭാഗം. ഇത് ബൈബിളിലെ മോസ്റ്റ് പോപ്പുലർ വേഴ്സ് ഈ വായനാ ഭാഗത്ത് ഉൾപ്പെടുകയാണ്. ജോൺ 3:16, തന്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്ന ഒരാൾ പോലും നശിച്ചു പോകാതെ. അപ്പോൾ അവിടെ ന്യായവിധി എന്താണെന്ന് ക്രിസ്തു വെളിപ്പെടുത്തുകയാണ്. ന്യായവിധി എന്നത് ഇനി സംഭവിക്കാനൊന്നല്ല, ന്യായവിധി സംഭവിച്ചു കഴിഞ്ഞു. ന്യായവിധി എന്താണ്? വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യർ വെളിച്ചത്തെക്കാൾ അധികം ഇരുളിനെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ് അവർക്കുള്ള ന്യായവിധി. എന്നിട്ട് കർത്താവ് അവിടെ എക്സ്പ്ലെയിൻ ചെയ്യാണ്, തിന്മ പ്രവർത്തിക്കുന്നവൻ എല്ലാം വെളിച്ചത്തെ പകയ്ക്കുന്നു. തന്റെ പ്രവൃത്തിക്ക് ആക്ഷേപം വരാതിരിപ്പാൻ വെളിച്ചത്തിലേക്ക് വരുന്നതുമില്ല. സത്യം പ്രവർത്തിക്കുന്നവരോ തന്റെ പ്രവൃത്തി ദൈവത്തിൽ ചെയ്തിരിക്കാൻ അത് വെളിപ്പെടേണ്ടതിന് വെളിച്ചത്തിങ്കിലേക്ക് വരുന്നു. ഈ പല ആളുകളും പറയുന്ന കർത്താവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ഈ കുറച്ച് വിശ്വാസ പ്രമാണങ്ങൾ ഏറ്റുപറയുക, അല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങളിൽ അവർ പറഞ്ഞ് കർത്താവിൽ വിശ്വസിക്കുക, സ്നാനപ്പെടുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രത്യേക വേഷം ധരിക്കുക, പാട്ട് പാടി കർത്താവിനായിട്ട് കാത്തിരിക്കുക. യേശു കർത്താവ് അത് സിമ്പിളാക്കുകയാണ്. നന്മ പ്രവർത്തിക്കുന്നവൻ വെളിച്ചത്തെ സ്നേഹിക്കുന്നു. ക്രിസ്തു ആകുന്ന വെളിച്ചം. നന്മ പ്രവർത്തിക്കുന്നവൻ വെളിച്ചത്തെ സ്നേഹിക്കുന്നു. കർത്താവ് കാര്യങ്ങളെല്ലാം സിമ്പിളായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളത് കോംപ്ലിക്കേറ്റഡ് ആക്കുന്നതാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ സരള ചിത്തരായി സൃഷ്ടിച്ചു. സങ്കീർണമായ മാനുഷിക പ്രശ്നങ്ങളെല്ലാം മനുഷ്യരുടെ തന്നെ സൃഷ്ടിയാണ്. ദൈവം മനുഷ്യനെ നിർമ്മല ഹൃദയനായി സരളചിത്തനായി സൃഷ്ടിച്ചു. നമ്മുടെ കുഴപ്പങ്ങൾക്കെല്ലാം കാരണക്കാർ നമ്മൾ തന്നെയാണ്. അടുത്ത വായനാ ഭാഗം. അപ്പൊ ഇവിടെ ഒരു കാര്യം കർത്താവ് പ്രത്യേകം പറയുന്ന ഒരു ഭാഗമുണ്ട്. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ. അപ്പൊ പാളയത്തിന്റെ നടുവിൽ മോശ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെ ഉയർത്തേണ്ടതാകുന്നു. അതാണ് ഈ പാതി നോയിമ്പിന് പള്ളിയുടെ നടുവിൽ ഗോകുൽറ്റ ഉയർത്തുന്നത്. അതിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ്. മോശ മരുഭൂമിയിൽ പിച്ചർ സർപ്പത്തെ ഉയർത്തിയതിന്റെ ഓർമ്മയ്ക്ക്.
കർത്താവ് തന്റെ കുരിശുമരണത്തെ അതിനോടാണ് താരതമ്യം ചെയ്ത് പറഞ്ഞത്. അടുത്ത വായന സംഖ്യാപുസ്തകത്തിൽ നിന്നാണ്. സംഖ്യാപുസ്തകം 21 അധ്യായം. സംഖ്യാപുസ്തകം 21 അധ്യായം 4 മുതൽ 9 വരെയുള്ള ഭാഗങ്ങൾ. അത് ഇതേ കാര്യം തന്നെയാണ് നമ്മളവിടെ വായിക്കുന്നത്. സംഖ്യാപുസ്തകം 21 4 മുതൽ 9 വരെ. പിന്നെ അവർ ഏദോം ദേശത്തെ ചുറ്റിപ്പോകുവാൻ ഹോർ പർവ്വതത്തിൽ നിന്ന് ചെങ്കടൽ വഴിയായി യാത്ര പുറപ്പെട്ടു. വഴി നിമിത്തം ജനത്തിന്റെ മനസ്സ് ക്ഷീണിച്ചു. ജനം ദൈവത്തിനും മോശയ്ക്കും വിരോധമായി സംസാരിച്ചു. മരുഭൂമിയിൽ മരിക്കേണ്ടതിന് നിങ്ങൾ ഞങ്ങളെ മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്നത് എന്തിന്? ഇവിടെ അപ്പമില്ല, വെള്ളവുമില്ല, ഈ സാരമില്ലാത്ത ആഹാരം ഞങ്ങൾക്ക് വെറുപ്പാകുന്നെന്ന് പറഞ്ഞു. അപ്പോൾ യഹോവ ജനത്തിന്റെ ഇടയിൽ അഗ്നിസർപ്പങ്ങളെ അയച്ചു. അവ ജനത്തെ കടിച്ചു. ഇസ്രായേലിൽ വളരെ ജനം മരിച്ചു. ആകയാൽ ജനം മോശയുടെ അടുക്കൽ വന്ന്, ഞങ്ങൾ യഹോവയ്ക്കും നിനക്കും വിരോധമായി സംസാരിച്ചതിനാൽ പാപം ചെയ്തിരിക്കുന്നു. സർപ്പങ്ങളെ ഞങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയുവാൻ യഹോവയോട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. മോശ ദൈവത്തോട് പ്രാർത്ഥിച്ചു. യഹോവ മോശയോട്, ഒരഗ്നിസർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിന്മേൽ തൂക്കുക, കടിയേൽക്കുന്നവർ ആരെങ്കിലും അതിനെ നോക്കിയാൽ ജീവിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ മോശ താമ്രം കൊണ്ടൊരു സർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിന്മേൽ തൂക്കി. പിന്നെ സർപ്പം ആരെയെങ്കിലും കടിച്ചിട്ട് അവർ താമ്രസർപ്പത്തെ നോക്കിയാൽ ജീവിക്കും. അനന്തരം ഇസ്രായേൽമൊക്കെ പുറപ്പെട്ട് ഓബോത്തിൽ പാളയത്തിറങ്ങി ഓബോത്തിൽ നിന്ന് യാത്ര പുറപ്പെട്ടു. അപ്പം മോശ മരുഭൂമിയിൽ പിച്ചള വലിയൊരു ബാധ ജനത്തിന്റെ ഇടയിലുണ്ടായി. പക്ഷെ ആ പിച്ചള സർപ്പത്തെ നോക്കുന്നവർ രക്ഷ പ്രാപിച്ചു. അവനെ നോക്കുന്നവർ രക്ഷ പ്രാപിക്കേണ്ടതിന് ക്രിസ്തുവും അതുപോലെ ഉയർത്തപ്പെട്ടു. അടുത്തത് 1 ശമൂവേൽ 7 അധ്യായം 5 മുതൽ 12 വരെ. 1 ശമൂവേൽ 7 അധ്യായം 5 മുതൽ 12 വരെ. എന്റെ ദാസനായ ദാവീദിനോട് നീ ചെന്ന് പറക, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ അധിവസിക്കേണ്ടതിന് നീ എനിക്ക് ഒരാലയം പണിയുമോ? ഞാൻ ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ച നാൾ മുതൽ ഇന്ന് വരെ ഞാൻ ഒരാലയത്തിൽ അധിവസിക്കാതെ കൂടാരത്തിലും നിവാസത്തിലുമെല്ലാം സഞ്ചരിച്ചു വരുന്നത്. എന്റെ ജനമോ ഇസ്രായേലിനെ മേയ്പാൻ ഞാൻ കൽപ്പിച്ചാക്കിയ ഇസ്രായേൽ ഗോത്രങ്ങളിൽ ഒന്നിനോട് എനിക്ക് ദേവദാരു കൊണ്ട് ഒരു ആലയം പണിയാതിരിക്കുന്ന എന്ത് എന്ന എല്ലാ ഇസ്രായേൽ മക്കളോടും കൂടെ ഞാൻ സഞ്ചരിച്ചു എന്ന വന്ന സ്ഥലങ്ങളിൽ എവിടെ വെച്ചെങ്കിലും ഒരു വാക്ക് കൽപ്പിച്ചിട്ടുണ്ടോ? ആകയാൽ നീ എന്റെ ദാസനായ ദാവീദിനോട് പറയേണ്ടതെന്നാൽ, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, എന്റെ ജനമായ ഇസ്രായേലിന്മേൽ പ്രഭുവായിരിക്കേണ്ടതിന് ഞാൻ നിന്നെ പുൽപ്പുറത്ത് നാടുകളെ നോക്കി നടക്കുമ്പോൾ തന്നെ എടുത്തു. നീ സഞ്ചരിച്ചു വന്ന എല്ലായിടത്തും ഞാൻ നിന്നോടുകൂടെ ഇരുന്ന് നിന്റെ സകല ശത്രുക്കളെയും നിന്റെ മുന്നിൽ നിന്ന് ഛേദിച്ചു കളഞ്ഞിരിക്കുന്നു. ഭൂമിയിലുള്ള മഹാന്മാരുടെ പേർ പോലെ ഞാൻ നിന്റെ പേർ വലുതാക്കും. ഞാൻ എന്റെ ജനമായ ഇസ്രായേലിന് ഒരു സ്ഥലം കൽപ്പിച്ചു കൊടുക്കുകയും അവർ സ്വന്തം സ്ഥലത്ത് പാർത്ത് അവിടെ നിന്ന് ഇളകാതിരിക്കത്തക്കവണ്ണം അവരെ നടുകയും ചെയ്യും. പണ്ടത്തെ പോലെയും എന്റെ ജനമായ ഇസ്രായേലിന് ഞാൻ ന്യായാധിപന്മാരെ കൽപ്പിച്ചാക്കിയ കാലത്തെ പോലെയും ഇനി ദുഷ്ടന്മാർ അവരെ പീഡിപ്പിക്കുകയില്ല. ഞാൻ നിന്റെ സകല ശത്രുക്കളെയും അടക്കി നിനക്ക് സ്വസ്ഥത നൽകും. അത്രയുമല്ല, യഹോവ നിനക്ക് ഒരു ഗൃഹമുണ്ടാക്കും എന്ന് യഹോവ നിന്നോട് അറിയിക്കുന്നു. നിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുവാനിരിക്കുന്ന സന്തതിയെ നിന്റെ ആയുഷ്കാലം തികഞ്ഞിട്ട് നിന്റെ പിതാക്കന്മാരുടെ കൂടെ നീ നിദ്ര കൊള്ളുമ്പോൾ ഞാൻ നിനക്ക് പിന്തുടർച്ചയായി സ്ഥിരപ്പെടുത്തുകയും അവന്റെ രാജ്യത്വം ഉറപ്പാക്കുകയും ചെയ്യും. അവൻ എന്റെ നാമത്തിന് ഒരാലയം പണിയും. ഞാൻ അവന്റെ രാജ്യത്വത്തിന്റെ സിംഹാസനം എന്നേക്കും സ്ഥിരമാക്കും. ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനും ആയിരിക്കും. ഇതാണ് പ്രോഫസി. ദാവീദ് ഒരാലയം പണിയാൻ ആഗ്രഹിക്കുമ്പോൾ ദൈവത്തിന്റെ ദൂത് ദാവീദിന് കിട്ടുകയാണ്, നീ ഒരാലയം പണിയൊക്കെയില്ല, പക്ഷേ നിന്റെ സന്തതി അവന്റെ രാജ്യത്വം സ്ഥിരമായിരിക്കും. അവൻ എനിക്കൊരാലയം പണിയും. ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനുമായിരിക്കും. ശലോമോൻ അത് കഴിഞ്ഞ് ആലയം പണിതു. അപ്പോൾ ആ പ്രോഫസി നിറവേറി. അതിനെയാണ് ടെമ്പററി ഫുൾഫിൽമെന്റ് എന്ന് പറയുന്നത്. പ്രോഫസിയുടെ താൽക്കാലിക നിവൃത്തിയാണ്. പക്ഷേ ആ പ്രവചനത്തിന്റെ നിത്യനിവൃത്തി, ശരിക്കുമുള്ള നിവൃത്തി യേശുക്രിസ്തുവിലാണ് നിറവേറിയത്. ദാവീദ് പുത്ര എന്നാണ് ക്രിസ്തുവിനെ വിളിക്കുന്നത്. ഇപ്പൊ ദാവീദ് പുത്രനായ ക്രിസ്തുവാണ് ശരിയായ ആലയം പണിതത്. I will build my church. Gates of Hades shall not prevail against it.
ആ യേശുക്രിസ്തുവിനോട് ചേർന്ന് ജീവനുള്ള കല്ലുകളായി നാം ഒരു ആത്മീക ഗൃഹമായി പണിയപ്പെടുന്നു എന്നാണ് പത്രോസ്ലിയ പറയുന്നത്. അതാണ് ടെമ്പിൾ. യു ആർ ദ ടെമ്പിൾ ഓഫ് ഗോഡ്. അതാണ് പൗലുസ്ലിഹായുടെ സാക്ഷ്യം. അപ്പൊ ഈ നിങ്ങൾ നോക്കുക, ഈ 2 ശമൂവേൽ 7-ാം അധ്യായത്തിൽ കാണുന്ന ഈ പ്രവചനം ഇപ്പൊ ബൈബിള് സാധാരണ വായിക്കുന്ന ആളുകളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ദാവീദിനോട് പറയുന്നത് നിന്റെ മകൻ ആലയം പണിയും. അത് കഴിയുമ്പോൾ ശലോമോൻ വരുന്നു, ശലോമോൻ ആലയം പണിയുന്നു, ആ ആലയം ശ്രേഷ്ഠമായിരുന്നു, അതിന്റെ പണിയെക്കുറിച്ചെല്ലാം വിവരിക്കുന്നു. പക്ഷെ അതൊക്കെ പൊളിഞ്ഞുപോയി. ശലോമോന്റെ ദേവാലയമൊക്കെ നശിപ്പിക്കപ്പെട്ടു. പക്ഷെ ഒരിക്കലും നശിക്കാത്ത സ്ഥിരമായിട്ടുള്ള നിത്യമായിട്ടുള്ള ഒരു ആലയത്തെക്കുറിച്ചും മാറ്റമില്ലാത്ത ഒരു രാജത്വത്തെക്കുറിച്ചുമാണ് ദാവീദിന് പ്രോമിസ് കിട്ടിയത്. അതുകൊണ്ടാണ് പരിശുദ്ധ റൂഹ വന്നു കഴിയുമ്പോൾ ഇന്നലത്തെ വായന ഭാഗത്ത് നമ്മൾ വായിച്ചാണ് അപ്പോസ്തല പ്രവൃത്തിയിൽ നൽകുന്ന ദാവീദിന്റെ വീണുപോയ കൂടാരങ്ങളെ നിവർത്തും. ദാവീദിന്റെ കൂടാരങ്ങളൊക്കെ വീണുപോയി, അതിനെ നിവർത്തും. ഹീസ് ദ പ്രോമിസ്ഡ് ചൈൽഡ്. അപ്പോ ഹവ്വായ്ക്ക് കിട്ടിയ വാഗ്ദത്ത സന്തതി, സർപ്പത്തിന്റെ തലയെ തകർക്കുന്ന സ്ത്രീയുടെ സന്തതി കായീൻ ആണെന്ന് ഹവ്വ വിചാരിച്ചു. പക്ഷേ യഥാർത്ഥത്തിൽ സ്ത്രീയുടെ സന്തതി ക്രിസ്തു ആയിരുന്നു. അബ്രഹാമിന് കിട്ടിയ വാഗ്ദത്ത സന്തതി നീയും നിനക്കും നിന്റെ സന്തതിക്കും എന്ന് പറയുമ്പോൾ നമ്മൾ പൗലുസ്ലിഹ പറയാണ് സന്തതിക്കും എന്ന് ഏകനെ കുറിച്ചാണ് പറഞ്ഞത്, അനേകരെ കുറിച്ചല്ല. അപ്പോൾ സന്തതി എന്നത് ഇസ്ഹാക്കൊന്നുമല്ല, നിന്റെ സന്തതി എന്ന് പറയുന്ന ആ പ്രോമിസ് ക്രിസ്തുവിലാണ് നിറവേറുന്നത്. ആദാമിന് ഹവ്വായ്ക്ക് കിട്ടിയ പ്രോമിസ് ആണെങ്കിലും അബ്രഹാമിന് കിട്ടിയ പ്രോമിസ് ആണെങ്കിലും ദാവീദിന് കിട്ടിയ പ്രോമിസ് ആണെങ്കിലും ഈ പ്രോമിസുകളെല്ലാം നിറവേറുന്നത് ക്രിസ്തുവിലാണ്. ദാവീദിന്റെ സന്തതി ആലയം പണിയും എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ചിന്തിച്ചു ശലോമോനായിരിക്കുമെന്ന്. അപ്പോൾ കർത്താവിന്റെ വചനം പറഞ്ഞത് കായിനെ കുറിച്ചോ ഇസഹാക്കിനെ കുറിച്ചോ ശലോമോനെ കുറിച്ചോ അല്ല. ഇവിടെ ഇതാ ശലോമോനിലും വലിയവൻ, ഇവിടെ ഇതാ ദൈവാലയത്തിലും വലിയവൻ, ഇവിടെ ഇതാ യോനായേക്കാൾ വലിയവൻ. അപ്പോ കർത്താവിന്റെ ഈ വചനങ്ങളെല്ലാം നിറവേറുന്നത് ക്രിസ്തുവിലാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ പാതി നോയമ്പിന് ഈ വാക്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഗോകുൽഥ ഉയർത്തുമ്പോൾ നമ്മൾ അവിടെ സ്വർഗത്തിൽ കയറുകയും ഇറങ്ങി വരികയും ചെയ്തവനാർ, കാറ്റിനെ തന്റെ മുഷ്ടിയിൽ പിടിച്ചടക്കിയവനാർ, വെള്ളങ്ങളെ വസ്ത്രത്തിൽ കെട്ടിയവനാർ, ഭൂമിയുടെ അറുതികളൊക്കെ നിയമിച്ചവനാർ. അവന്റെ പേരെന്ത്, അവന്റെ മകന്റെ പേരെന്ത് നിനക്കറിയാമോ? ദൈവത്തിന്റെ സകല വചനവും ശുദ്ധി ചെയ്തതാകുന്നു. തന്നിൽ ആശ്രയിക്കുന്നവർക്ക് അവൻ പരിചയ തന്നെ. അവന്റെ വചനങ്ങളോട് നീ ഒന്നും കൂട്ടരുത്. അവൻ നിന്നെ വിസ്തരിച്ചിട്ട് നീ കള്ളനാകുവാൻ ഇടവരരുത്. 2 കാര്യം ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു, ജീവപര്യന്തം അവ എനിക്ക് നിഷേധിക്കരുത്. എനിക്ക് തരാതെ നിത്യവൃത്തി തന്നെ പോഷിപ്പിക്കണമേ. ഞാൻ തൃപ്തനായി തീർന്നിട്ട് യഹോവ ആരെന്ന് നിഷേധിപ്പാനും ദരിദ്രനായി തീർന്നിട്ട് മോഷ്ടിച്ച് എന്റെ ദൈവത്തിന്റെ നാമത്തെ നിന്ദിപ്പാനും തീണ്ടിപ്പാനും സംഗതി വരുത്തരുതേ. ദാസനെ കുറിച്ച് യജമാനോട് ഏഷണി പറയരുത്. അവൻ നിന്നെ ശപിപ്പാനും നീ കുറ്റക്കാരനായി തീരുവാനും ഇടവരരുത്. അപ്പനെ ശപിക്കുകയും അമ്മയെ അനുഗ്രഹിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു തലമുറ, തങ്ങൾക്ക് തന്നെ നിർമ്മലരായി തോന്നുന്നവരും അശുദ്ധി കഴുകിക്കളയാത്തവരുമായ ഒരു തലമുറ. അയ്യോ, ഈ തലമുറയുടെ കണ്ണ് എത്ര ഉയർന്നിരിക്കുന്നു, അവരുടെ കണ്ണിമകൾ എത്ര പൊങ്ങിയിരിക്കുന്നു. എളിയവരെ ഭൂമിയിൽ നിന്നും ദരിദ്രരെ മനുഷ്യരുടെ ഇടയിൽ നിന്നും തിന്നുകളയുവാൻ തക്കവണ്ണം മുമ്പല്ല് വാളായി മണപ്പല്ല് കത്തിയായും ഇരിക്കുന്ന ഒരു തലമുറ. കന്നട്ടയ്ക്ക് തരിക തരിക എന്ന 2 പുത്രിമാരുണ്ട്, ഒരിക്കലും തൃപ്തി വരാത്തത് 3 ഉണ്ട്, മതി എന്ന് പറയാത്തത് 4 ഉണ്ട്. പാതാളവും മന്തിയുടെ ഗർഭപാത്രവും വെള്ളം കുടിച്ച് തൃപ്തി വരാത്ത ഭൂമിയും മതി എന്ന് പറയാത്ത തീയും തന്നെ. അപ്പനെ പരിഹസിക്കുകയും അമ്മയെ അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്ന കണ്ണിനെ തോട്ടരികത്തെ കാക്ക കൊത്തിപ്പറിക്കുകയും കഴിയും കുഞ്ഞുങ്ങൾ തിന്നുകയും ചെയ്യും. ഒരുപാട് സതുപദേശങ്ങളുള്ള സദൃശവാക്യങ്ങളുടെ ഒരു പോർഷനാണ് വായനയ്ക്കായിട്ട് എടുത്തിരിക്കുന്നത്. അവിടെ നമ്മൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം സ്വർഗത്തിൽ കയറുകയും ഇറങ്ങി വരികയും ചെയ്തവനാണ്. അപ്പോൾ അതിന്റെ ഉത്തരവാണ് കുറച്ചു മുമ്പേ നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 3 നിന്ന് വായിച്ചത്. സ്വർഗത്തിൽ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന മനുഷ്യപുത്രനല്ലാതെ വേറെ ആരുമില്ല എന്ന് യേശു അസന്നിഗ്ധമായി പറയുന്നതാണ് യോഹന്നാന്റെ സുവിശേഷം 3:13 നമ്മൾ വായിച്ച ഇന്നത്തെ വായനാ ഭാഗത്തിൽ. അടുത്തത് കാറ്റിനെ തന്റെ മുഷ്ടിയിൽ പിടിച്ചടക്കിയവനാണ്, വെള്ളങ്ങളെ വസ്ത്രത്തിൽ കെട്ടിയിടുന്നവനാണ്. അപ്പൊ അത് എബ്രായ ലേഖനത്തിലാണ് ഉത്തരം. സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവൻ ക്രിസ്തു അല്ലാതെ മറ്റാരുണ്ട്? നമ്മൾ രാവിലത്തെ ഇന്നലെ വൈകുന്നേരം നമ്മൾ കേട്ടതാണ്. ഈറന്മാർ കാണുമ്പോൾ ചൂളിപ്പോകുന്ന അവൻ, ആംഗ്യത്താൽ ആകാശത്തെയും ഭൂമിയെയും അടക്കി നിർത്തുന്നവൻ.
സമുദ്രത്തെ വെള്ളത്തെ കൈക്കുമ്പിളിൽ കോരിയെടുക്കുന്നവൻ, ഭൂമിയിലെ പൊടിയെ നാഴിയെ കൊള്ളിക്കുന്നവൻ, കുന്നുകളെ തുലാസ് കൊണ്ടും പർവ്വതങ്ങളെ വെള്ളിക്കോൽ കൊണ്ടും തൂക്കുന്നവൻ, ആകാശത്തിന്റെ അളവിനെ കൈച്ചാണ് കൊണ്ടെടുക്കുന്നവൻ, അവനാണിവൻ. ഹൂ ഈസ് ദാറ്റ്? ചോദ്യമാണ്. ഇപ്പൊ ക്രിസ്തുവിജ്ഞാനീയം ധ്യാനിക്കാൻ നല്ല ഭാഗങ്ങളാണ്. ദൈവത്തിന്റെ സകല വചനവും ശുദ്ധി ചെയ്തതാകുന്നു. അങ്ങനെ പിന്നെ 2 ഭാഗത്ത് പ്രധാനപ്പെട്ട കാര്യം അമ്മയെ ബഹുമാനിക്കുന്നതിനെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. അപ്പനെ ശപിക്കുകയും അമ്മയെ അനുഗ്രഹിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു തലമുറ. ഈ കണ്ടംപററി ജനറേഷനെ കുറിച്ച്, ദൈവത്തിൽ സമ്പത്തുണ്ടാകുമ്പോൾ ദൈവത്തെ മറന്നു കളയുന്ന അഹങ്കാരികളായ ആളുകളെ കുറിച്ച്. ലോകം അഹങ്കരിക്കുകയാണ്. കാരണം നമ്മൾ ഇന്ന് ലോകത്ത് ഈശ്വരവിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ദൈവഭക്തി നഷ്ടപ്പെട്ട് ദൈവനിഷേധികളായ ഒരു തലമുറ എഴുന്നേറ്റ് കഴിഞ്ഞു. വളരെ ഡേഞ്ചറസ് ആയ ഒരു കാലഘട്ടമാണ്. മനുഷ്യ ചരിത്രം പഠിക്കുക എന്ന് പറഞ്ഞാൽ അത്ര വലിയൊരു ടാസ്ക് ഒന്നുമല്ല. മനുഷ്യന്റെ ഒരു 5000 വർഷത്തെ ചരിത്രം നമുക്ക് നന്നായി വായിച്ച് ഗ്രഹിച്ചു മനസ്സിലാക്കാൻ ഒരു 6 മാസം വായിച്ചാൽ മതിയാവും. അതിൽ കൂടുതൽ ചരിത്രമൊന്നും ഈ മനുഷ്യവംശത്തിനില്ല. മനുഷ്യവംശത്തിന്റെ ചരിത്രം മുഴുവൻ ഇരുളടഞ്ഞതാണ്. ദുഃഖവും കണ്ണുനീരും പകയും കിരാതന്മാരായ ആളുകളുടെ ഭരണവും കാടത്വവും. മനുഷ്യനൊരിക്കലും സ്വസ്ഥതയും സമാധാനവും സ്വാതന്ത്ര്യവും ഇതിനു മുമ്പുള്ള തലമുറകളൊന്നും ജീവിച്ചിട്ടില്ല. മനുഷ്യവർഗം കെടുതികളിൽ നിന്ന് കെടുതികളിലേക്കും ദുരന്തങ്ങളിൽ നിന്ന് ദുരന്തങ്ങളിലേക്കും യാത്ര ചെയ്യുകയായിരുന്നു. മനുഷ്യവർഗത്തിന്റെ ചരിത്രം പഠിച്ചാൽ അവസാനം 1-2 ലോകമഹായുദ്ധങ്ങളും കഴിഞ്ഞ് മനുഷ്യവർഗം കഷ്ടിച്ച് കരകയറി വരുന്ന സമയമാണിത്. മനുഷ്യവർഗത്തിന്റെ ലോകത്ത് എല്ലാ രാജ്യങ്ങളിലും ഇല്ല എങ്കിലും പൊതുവായി ഒരു സമാധാന കാലം വന്നപ്പോൾ തന്നെ മനുഷ്യരിൽ അഹങ്കാരം വന്ന് ദൈവനിഷേധം വ്യാപകമായി. ദൈവത്തെ വെല്ലുവിളിക്കുന്നവരും ദൈവമില്ല എന്ന് ആക്രോശിക്കുന്നവരും ദൈവം എവിടെ എന്ന് പരിഹസിക്കുന്നവരും അവരുടെ എണ്ണമെല്ലാം കൂടി വന്നു. അവരുടെ എല്ലാം എണ്ണം കൂടിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയ സാന്നിധ്യത്തിലേക്കും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ. പക്ഷേ ഇപ്പോൾ ഒരു ചെറിയ വൈറസ് വന്നപ്പോൾ യുക്തിവാദികൾ എവിടെ എന്ന് ഈശ്വരവിശ്വാസികൾ ചോദിക്കുന്ന സ്ഥിതിയായി. എവിടെ പോയി? പൗലുസ്ലിഹ 2000 വർഷം മുമ്പ് ഏതൻസിൽ നിന്ന് ചോദിച്ചു, ഈ ലോകത്തിന്റെ താർക്കികൻ എവിടെ? ഈ ലോകത്തിന്റെ ജ്ഞാനി എവിടെ? ഈ ലോകത്തെ ജ്ഞാനികളെ അവരുടെ ജ്ഞാനത്തിൽ കൗശലത്തിൽ ദൈവം പിടിക്കുകയാണ്. Where is the philosopher? Where is the wizard? Where are the scholars? ഈ ലോകത്തിന്റെ ജ്ഞാനം ബോഷത്വമായി തീരുകയാണ്. വെട്ടുക്കിളികൾ ഇറങ്ങിയ ആധുനിക സാങ്കേതിക വിദ്യകൾക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. 2000 വർഷം 3000 വർഷം മുമ്പ് വെട്ടുക്കിളികൾ യഹോവയുടെ മഹാസൈന്യം എന്ന് ബൈബിൾ വിശേഷിപ്പിക്കുമ്പോൾ അന്നെന്ന പോലെ ഇന്നും ആധുനിക മനുഷ്യനും അതിനേക്കാൾ നിസ്സഹായനായി വെട്ടുക്കിളിയുടെ തേരോട്ടത്തിന്റെ മുമ്പിൽ പകച്ചു നിൽക്കുന്ന കാഴ്ചയാണ് ആധുനിക ലോകം കാണുന്നത്. പക്ഷെ മനുഷ്യന് പിന്നെയും ദൈവഭയമില്ല. യൂറോപ്പ് ക്രിസ്ത്യാനിറ്റിയെ ഉപേക്ഷിച്ചു. ക്രിസ്തുവില്ലാത്ത യൂറോപ്പിന്റെ ചിത്രമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ക്രിസ്ത്യാനിറ്റി പള്ളികളെല്ലാം അടച്ചു പൂട്ടപ്പെട്ടു. Today it's Frankenstein, which describes itself as both a family-friendly venue and a place for stag parties and bar-top dancers. This is St. Paul's Church in Bristol, England. It's now a school for circus performers. And in Linares, Spain, the Church of Santa Barbara is now Chaos Temple, a skateboard park. But before you get angry with the owners of Frankenstein, understand that Europe today has more empty church buildings. നമുക്ക് യൂറോപ്പിലെ ഓരോ ചർച്ചുകളാണ്. സ്കോട്ട്ലൻഡിലെ ആദ്യത്തെ ചർച്ച് കണ്ടു. സർക്കസ് പഠിപ്പിക്കുന്ന സ്കൂളാണ്. അടുത്ത ചർച്ച് സ്കേറ്റ് ബോർഡിങ്ങിന്റെ പ്ലേസ് ആണ്. വേറൊരു ചർച്ച് ബാർ ഡാൻസ് നടത്തുന്ന സ്ഥലമാണ്. ചർച്ചുകളെല്ലാം ശൂന്യമായിരിക്കുകയാണ്. യൂറോപ്പ് ക്രിസ്ത്യാനിറ്റി ഉപേക്ഷിച്ചു. Europe is by and large no longer Christian. These are the remnants of a lost civilization, Christian civilization. It was once at the very heart of European life and culture. Those days are long gone. Among the British, belief in the Christian God has plummeted. The trajectory is very clear. It's something like 70-75% of ക്രിസ്ത്യൻ ഗോഡിൽ യൂറോപ്പിന് വിശ്വാസം നഷ്ടപ്പെട്ടു. ഒരു ലോങ് വീഡിയോ ആണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ അയച്ചു തരാം. അപ്പോൾ ആ വീഡിയോ ആണ്. അപ്പോൾ യൂറോപ്പ് പൂർണ്ണമായും തന്നെ ക്രിസ്ത്യാനിറ്റിയെ കൈവിട്ടു, അല്ലെങ്കിൽ വിശ്വാസം നഷ്ടപ്പെട്ടു.
പരിഹാസികളും ദൈവദൂഷകരും ദൈവനിന്ദകരും ഒക്കെ ആയിത്തീർന്നു. ഈ കാണിക്കുന്ന പള്ളികളിൽ, അതായത് ഉപേക്ഷിക്കപ്പെട്ട ആളില്ലാതെ കിടക്കുന്ന പള്ളികളിൽ ഒരെണ്ണത്തിന്റെ പോലും 10-1 പോയിട്ട് 100-1 പോലും ക്വാളിറ്റി ഇല്ലാത്ത പള്ളികൾക്ക് വേണ്ടിയാണ് കേരളത്തിൽ അടിപിടി നടക്കുന്നതെന്ന് ഓർക്കണം. അധികം താമസമില്ലാതെ കേരളത്തിലും ഇതേ സ്ഥിതിയാകും. നമ്മൾ ദൈവത്തിങ്കിലേക്ക് തിരിയുന്നില്ല എങ്കിൽ. കേരളത്തിൽ അങ്ങനെ ആകാതിരിക്കട്ടെ എന്ന് ആശിക്കാൻ, ആകാതിരിക്കുന്നതാണ് നല്ലത്. ഇന്നത്തെ വായനാ ഭാഗങ്ങളിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഇപ്പൊ സദൃശ്യവാക്യങ്ങൾ നമ്മളവിടെ വായിക്കുകയാണ്. അപ്പൊ അമ്മയെ ബഹുമാനിക്കാത്ത ഒരു തലമുറയെക്കുറിച്ചാണ് നമ്മൾ വായിച്ചത്. വാഗ്ദാനത്തോടു കൂടിയ ആദ്യത്തെ കൽപ്പന, 10 കൽപ്പനകൾക്കകത്തുള്ള ഒരു കൽപ്പനയാണ് നീ നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കണം. നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കണം. അത് 10 കൽപ്പനകൾക്കകത്തുള്ള വാഗ്ദാനത്തോടു കൂടിയ ആദ്യത്തെ കൽപ്പനയാണ്. ദ ഫസ്റ്റ് കമാൻഡ്മെന്റ് വിത്ത് എ പ്രോമിസ്. അപ്പോൾ വാഗ്ദാനമുള്ള ആദ്യത്തെ കൽപ്പന എഫേസ്യരിൽ പറയാണ്, എടുത്തു പറയുകയാണ്. ഈ കൽപ്പന കൊടുത്ത ദൈവം മനുഷ്യനായി. ദൈവത്വത്തിൽ അവന് മാതാവില്ല, മനുഷ്യത്വത്തിൽ അവന് പിതാവുമില്ല. എന്നാൽ അവൻ ഒരേ സമയം ദൈവവും അതേ സമയം മനുഷ്യനുമാണ്. അപ്പൊ ദൈവത്വവും മനുഷ്യത്വവും സമഞ്ജസമായി ഒന്നിച്ചേർന്ന ആ വ്യക്തിവിശേഷം ജീസസ് ക്രൈസ്റ്റ്, മാൻ ഗോഡ്. അപ്പൊ അവന് സ്വർഗത്തിൽ പിതാവുണ്ട്, ദൈവത്വത്തിൽ പിതാവുണ്ട്, മനുഷ്യത്വത്തിൽ മാതാവുണ്ട്. യേശുക്രിസ്തുവിനെ സംബന്ധിച്ച് 10 കൽപ്പനകൾക്കകത്ത് ഈ കൽപ്പന എഴുതി വെച്ചിരിക്കുകയാണ്. നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കണം എന്ന് എഴുതി വെച്ച ആ യേശു കർത്താവിന് പരിശുദ്ധ മറിയത്തോട് യാതൊരു ബഹുമാനവും ഇല്ലായിരുന്നു എന്ന വിധത്തില്, ഒരു ബന്ധവുമില്ലായിരുന്നു എന്ന തരത്തില് ഒക്കെ ആക്ഷേപിച്ച് സംസാരിക്കുന്ന ആളുകളും ഈ ദൈവദൂഷകന്മാരെ പോലെ തന്നെ എഴുന്നേറ്റിട്ടുണ്ട്. അത് നമ്മൾ ഇന്നത്തെ വായന ഈ സദൃശ്യവാക്യങ്ങളിൽ വായിക്കുകയാണ്. അപ്പം അവരെ സംബന്ധിച്ച് അവർ പറയുകയാണ്, തോട്ടരിയത്തെ കാക്ക കൊത്തിപ്പറിക്കുകയും കഴുക കുഞ്ഞുങ്ങൾ തിന്നുകളയുകയും ചെയ്യും. ഈ കൽപ്പന കൊടുത്തിട്ട് ആ യേശു കർത്താവ് അമ്മയെ ബഹുമാനിക്കാതിരിക്കൂ? കൽപ്പിച്ചവൻ തന്നെ. നോ, നെവർ. കാരണം ന്യായപ്രമാണത്തിന്റെ കീഴിലാണ് യേശു ജനിച്ചത്, സ്ത്രീയിൽ നിന്നാണ് ജനിച്ചത്. When time had fully come, God sent his son under the law, born of a woman. ഗലാത്യർ 4:4. കാലം അതിന്റെ പൂർണ്ണതയിലെത്തിയപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴിൽ നിയോഗിച്ച് അയച്ചു. So God sent his son under the law. He was under the law. ആ ലോയാണ് പറയുന്നത് അമ്മയെ ബഹുമാനിക്കണം. ആ ലോ ബ്രേക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്നെ ഏതിൽ കുറ്റബോധം വരുത്തുവാൻ കഴിയും? യോഹന്നാൻ 8 ചോദിക്കന്നോ. ന്യായപ്രമാണത്തെ അവൻ നിവർത്തിച്ചു. ക്രിസ്തു തന്റെ അമ്മയെ എല്ലാ തരത്തിലും, എല്ലാ അർത്ഥത്തിലും, എല്ലാ ആഴത്തിലും ബഹുമാനിച്ചു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതാണിന്ന് ആ ഭാഗം ചിന്തിക്കുമ്പോൾ പറയാനായിട്ടുള്ളത്. അടുത്ത ഭാഗം നമ്മൾ വായിക്കേണ്ടത് സങ്കീർത്തനങ്ങൾ 34 1 മുതൽ 9 വരെയുള്ള ഭാഗങ്ങളാണ്. സങ്കീർത്തനം 34 1 മുതൽ 9 വരെയുള്ള ഭാഗങ്ങൾ. 34-ാം സങ്കീർത്തനം വളരെ പോപ്പുലർ സങ്കീർത്തനമല്ലേ. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേലിരിക്കും. എന്റെ ഉള്ളം യഹോവയിൽ പ്രശംസിക്കുന്നു, എളിയവർ അത് കേട്ട് സന്തോഷിക്കും. എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തുകയും നാം ഒന്നിച്ച് അവന്റെ നാമത്തെ ഉയർത്തുക. ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി. എന്റെ സകല ഭയങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു. അവന്റെ സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ രക്ഷിച്ചു. യഹോവയുടെ ദൂതൻ അവന്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുവിൻ. അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. യഹോവയുടെ വിശുദ്ധന്മാരെ അവനെ ഭയപ്പെടുവിൻ. അവന്റെ ഭക്തന്മാർക്ക് ഒന്നിനും മുട്ടില്ലല്ലോ. ബാലസിംഹങ്ങളും ഇര കിട്ടാതെ വിശന്നിരിക്കും. യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും മുടക്കം വരികയില്ല. ദാവീദ്
ഗത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നതിന് ശേഷം എഴുതിയ സങ്കീർത്തനമാണ്. ഞാൻ യഹോവ എല്ലാ കാലത്തും വാഴ്ത്തും. എല്ലാ കാലത്തും. സീസൺസ് ആണ്. പ്രതികൂല കാലാവസ്ഥയിലും അനുകൂല കാലാവസ്ഥയിലും ദൈവത്തെ വാഴ്ത്തും. ഇപ്പം നമുക്കൊരു പ്രതികൂല കാലാവസ്ഥയാണല്ലോ ലോകമെങ്ങും. പണ്ടൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഇതൊക്കെ വരുമ്പം മികച്ച രാജ്യങ്ങളിലുള്ളവർ അത് വൈകുന്നേരം ടി വിയിൽ കണ്ട് രസിക്കുമായിരുന്നു. പക്ഷെ ഇപ്പോൾ യൂറോപ്പിലും അമേരിക്കയിലും എല്ലാം ഇത് ബാധിച്ചിരിക്കുകയാണ്. ആളുകൾ നെട്ടോട്ടം ഓടുകയാണ്. യൂറോപ്പിൽ നിന്നൊക്കെ എനിക്ക് ധാരാളം ആളുകൾ എന്നെ ഇന്ന് പകലൊക്കെ വിളിച്ചു. നമ്മളെ നിരാശപ്പെടുത്തുന്ന രീതിയിലാണ് അവരുടെ സങ്കടങ്ങൾ പറയുന്നത്. നാട്ടിലേക്കാൾ വഷളായ സ്ഥിതിയാണ്. അമേരിക്കയിലുള്ളവരും അത്ര മെച്ചമായ സ്ഥിതിയിലല്ല. ഓരോ രാജ്യത്തെ ഈ സ്ഥിതികൾ നോക്കിക്കഴിയുമ്പോൾ കേരളം വളരെയേറെ മികച്ചു നിൽക്കുകയാണ് ആ കാര്യത്തിൽ. പക്ഷെ യൂറോപ്പിലുള്ള മലയാളികളൊക്കെ വളരെ പരിഭ്രാന്തിയിലാണ്. അങ്ങനെയാണ് കിട്ടുന്ന റിപ്പോർട്ട്. പക്ഷെ നമ്മൾ ഈ സങ്കീർത്തനം ഇന്ന് കൃത്യമായി നമ്മോട് സംസാരിക്കുകയാണ്. ആ സങ്കീർത്തനം പറയുകയാണ്, ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി, എൻ്റെ സകല ഭയങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു. ആക്ച്വൽ പ്രശ്നങ്ങളെക്കാൾ ഭയമാണ് പ്രധാനം. ഭയങ്ങളിൽ നിന്ന് വിടുവിക്കുക. ഭയപ്പെടേണ്ട എന്ന് 400 പ്രാവശ്യമാണ് ബൈബിളിലുള്ളത്. 400 പ്രാവശ്യം. എപ്പോഴൊക്കെ ദൈവം മനുഷ്യനോട് സംസാരിക്കുന്നുണ്ടോ, സംസാരിക്കുമ്പോൾ ആമുഖം ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞിട്ട്, ഫിയർ നോട്ട്, ട്രസ്റ്റ് മീ എന്നാണ് ദൈവം പറയുന്നത്. ദൈവം നിങ്ങളോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ ദൂത് ഫിയർ നോട്ട് എന്നാണ്. ഡൂംസ്ഡേ പ്രവചിക്കുന്നവരൊക്കെ ഉണ്ട്. വലിയ നാശം വരുന്നു, എല്ലാം തകരാൻ പോണു, എല്ലാം തീരാൻ പോണു, പേടിപ്പിക്കുന്ന ഒരിക്കലും ദൈവം പറയത്തില്ല. ദൈവത്തിന്റെ ഹാർട്ട് എപ്പോഴും പറയുന്നുണ്ട്, ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട. നമ്മൾ ബൈബിളിൽ നിന്ന് കൗണ്ട് ചെയ്യാൻ തുടങ്ങിയാൽ 400 പ്രാവശ്യം കൗണ്ട് ചെയ്യും. ഒരു വർഷം ഓരോ ദിവസവും ഓരോ പ്രാവശ്യം നിങ്ങൾ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞാൽ 365 കഴിഞ്ഞ് പിന്നെയും മിച്ചം കിടക്കും. അപ്പം ബൈബിൾ നിങ്ങൾ ക്രമമായിട്ട് വായിച്ചാൽ ദിവസത്തിന്റെ ഓരോ ദിവസവും കർത്താവ് പറയും ഭയപ്പെടേണ്ട. അതാണ് വിലാപങ്ങളുടെ പുസ്തകം നിങ്ങൾ എടുക്കുമ്പോൾ അവിടെ കാണാം. ഓരോ ദിവസവും കർത്താവിന്റെ സ്നേഹം പുതിയതാണ്. അവന്റെ കാരുണ്യം ഒരിക്കലും അസ്തമിക്കുന്നില്ല. അസ്തമിക്കാത്ത സ്നേഹമാണ്. ഓരോ ദിവസവും ഉദിക്കുന്ന സൂര്യൻ അസ്തമിക്കുന്നെങ്കിലും ദൈവത്തിന്റെ സ്നേഹം അസ്തമിക്കുന്നില്ല. അചഞ്ചലമായ സ്നേഹം, മാറിപ്പോകാത്ത സ്നേഹം. മലകൾ മാറിപ്പോയേക്കാം, കുന്നുകൾ നിരന്നു പോയേക്കാം, എന്നാൽ എനിക്ക് നിന്നോടുള്ള സ്നേഹം ഒരിക്കലും മാറിപ്പോകും. ഇന്നത്തെ വായനാഭാഗത്തിൽ വന്നിരിക്കുന്നത് അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി. ഇപ്പൊ 2 കാര്യം. ഒന്ന്, അവനോട് ചോദിച്ചു. 2, അവങ്കിലേക്ക് നോക്കി. ഇപ്പൊ നമ്മുടെ ഭയത്തിന്റെ കാര്യം നമ്മൾ അവനോട് ചോദിക്കാത്തത് കൊണ്ടും അവങ്കിലേക്ക് നോക്കാത്തത് കൊണ്ടും. അവനോട് ചോദിക്കുന്നവരുടെ ഭയങ്ങളിൽ നിന്ന് അവൻ വിടുവിക്കും. തൽക്കാലം നിങ്ങൾക്ക് ആക്ച്വലി പ്രശ്നങ്ങളില്ല, പക്ഷെ പ്രധാന പ്രശ്നം ഭയമാണ്. ആ ഭയം മാറുവാൻ അവനോട് ചോദിക്കുക, അവൻ ആ ഭയത്തെ മാറ്റും. ഈ എളിയവൻ നിലവിളിച്ച് യഹോവ കേട്ടു, അവന്റെ സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ രക്ഷിച്ചു. ഭയങ്ങളിൽ നിന്ന് മാത്രമല്ല, കഷ്ടങ്ങളിൽ നിന്നും അവൻ രക്ഷിക്കുന്നു. യഹോവയുടെ ദൂതൻ അവന്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. ഡെലിവറൻസ്. യഹോവയുടെ ദൂതൻ അവന്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. അടുത്ത വായനാഭാഗം സക്കറിയ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായം 6 മുതൽ 14 വരെയുള്ള ഭാഗങ്ങളാണ്. സക്കറിയ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായം 6 മുതൽ 14 വരെ. അന്നാളിൽ ഞാൻ യഹൂദ മേധാവികളെ വിറകിന്റെ ഇടയിൽ തീച്ചട്ടി പോലെയും കറ്റയുടെ ഇടയിൽ തീപ്പന്തം പോലെയും ആക്കും. അവർ വലതുഭാഗത്തും ഇടതുഭാഗത്തും ചുറ്റുമുള്ള സകല ജാതികളെയും തിന്നുകളയും. യെരുശലേമിന് സ്വസ്ഥാനത്ത് യെരുശലേമിൽ തന്നെ വീണ്ടും നിവാസികൾ ഉണ്ടാകും. ദാവീദ് ഗൃഹത്തിന്റെ പ്രശംസയും യെരുശലേം നിവാസികളുടെ പ്രശംസയും യഹൂദയുടെ നേരെ ഏൽപ്പിക്കാതിരിക്കേണ്ടതിന് യഹോവ യഹൂദ കൂടാരങ്ങളെ ആദ്യം രക്ഷിക്കും. അന്നാളിൽ യഹോവ യെരുശലേം നിവാസികളെ പരിച കൊണ്ട് മറയ്ക്കും. അവരുടെ ഇടയിൽ ഇടറി നടക്കുന്നവൻ അന്നാളിൽ ദാവീദിനെ പോലെ ആയിരിക്കും. ദാവീദ് ഗൃഹം ദൈവത്തെ പോലെയും അവരുടെ മുമ്പിലുള്ള യഹോവയുടെ ദൂതനെ പോലെയും ആയിരിക്കും. അന്നാളിൽ ഞാൻ യെരുശലേമിന്റെ നേരെ വരുന്ന സകല ജാതികളെയും നശിപ്പിപ്പാൻ നോക്കും. ഞാൻ ദാവീദ് ഗൃഹത്തിനും
യെരുശലേം നിവാസികളുടെയും കൃപയുടെയും യാചനകളുടെയും ആത്മാവിനെ പകരും. തങ്ങൾ കുത്തിയിട്ടുള്ളവെങ്കിലേക്ക് അവർ നോക്കും. ഏകജാതനെക്കുറിച്ച് വിലപിക്കുന്ന പോലെ അവർ അവനെക്കുറിച്ച് വിലപിക്കും. ആദിജാതനെക്കുറിച്ച് വ്യസനിക്കുന്ന പോലെ അവർ അവനെക്കുറിച്ച് വ്യസനിക്കും. പ്രോഫസിയാണ്, യഹൂദന്മാരെ കുറിച്ചുള്ള പ്രോഫസി. തിരുവെഴുത്തുകൾ ദൈവനിശ്വാസിയമായതുകൊണ്ട് ഇന്നും അവ നമ്മോട് സംസാരിക്കും. ഇറ്റ്സ് എ ഗ്രേറ്റ് പ്രോമിസ്. ഐ വിൽ പോർ ഔട്ട് ദ സ്പിരിറ്റ് ഓഫ് ഗ്രേസ് ആൻഡ് സപ്ലിക്കേഷൻസ്. ഞാൻ നിങ്ങളുടെ മേൽ കൃപകളുടെയും യാചനകളുടെയും ആത്മാവിനെ പകരും. The spirit poured upon us, that spirit of grace and spirit of supplications. പ്രാർത്ഥനയുടെ ആത്മാവ്, കൃപകളുടെ മാത്രമല്ല, പ്രാർത്ഥന. The spirit helps you to pray. അപ്പൊ അതാണ് നമ്മൾ സങ്കീർത്തനത്തിൽ വായിച്ച യഹോവയോട് സംസാരിക്കുന്നതിനെ ഭയങ്ങളിൽ നിന്ന് വിടുവിക്കും. നല്ല ഒരു വാക്യമാണ് നമ്മൾ വായിച്ചത്. കൃപകളുടെയും യാചനകളുടെയും ആത്മാവിനെ അവൻ നിങ്ങളുടെ മേൽ പകരും. All the families that remain, every family by itself and their wives by themselves. അടുത്തത് അപ്പോസ്തലപ്രവൃത്തി 15-ാം അധ്യായമാണ്. 22 മുതലുള്ള ഭാഗങ്ങൾ. അപ്പോസ്തലപ്രവൃത്തി 15-ാം അധ്യായം 22 മുതൽ ഉള്ള ഭാഗങ്ങൾ. അപ്പോൾ തങ്ങളിൽ ചില പുരുഷന്മാരെ തിരഞ്ഞെടുത്ത് പൗലൂസിനെയും ബർണ്ണബാസിനെയും കൂടി അന്ത്യോക്യയിലേക്ക് അയക്കണം എന്ന് അപ്പോസ്തലന്മാരും മൂപ്പന്മാരും സർവ്വസഭയും നിർണയിച്ചു. സഹോദരന്മാരിൽ പ്രമാണപ്പെട്ട പുരുഷന്മാരായ ബർണ്ണബാസ് എന്ന യൂദയെയും ശീലാസിനെയും നിയോഗിച്ചു. അവരുടെ കൈവശം എഴുതി അയച്ചെന്നാൽ അപ്പോസ്തലന്മാരും മൂപ്പന്മാരും സഹോദരന്മാരും അന്ത്യോക്യയിലും സിറിയയിലും കിൽക്കിയായിലും ജാതികളിൽ നിന്ന് ചേർന്ന സഹോദരന്മാർക്ക് വന്ദനം. ഞങ്ങൾ കൽപ്പന കൊടുക്കാതെ ചിലർ ഞങ്ങളുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ട് നിങ്ങളെ വാക്കുകളാൽ ഭ്രമിപ്പിച്ചു, നിങ്ങളുടെ ഹൃദയങ്ങളെ കലക്കിക്കളഞ്ഞു എന്ന് കേൾക്കുകൊണ്ട് ഞങ്ങൾ ചില പുരുഷന്മാരെ തിരഞ്ഞെടുത്ത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിനു വേണ്ടി പ്രാണത്യാഗം ചെയ്തവരായ നമ്മുടെ പ്രിയ ബർണ്ണബാസോടും പൗലൂസോടും കൂടെ നിങ്ങളുടെ അടുക്കൽ അയക്കണം എന്ന് ഞങ്ങൾ ഒരുവനപ്പെട്ട് നിശ്ചയിച്ചു. ആകയാൽ ഞങ്ങൾ യൂദയായും ശീലാസിനെയും അയച്ചിരിക്കുന്നു. അവർ വാമൊഴിയായും ഇതുതന്നെ അറിയിക്കും. അപ്പൊ അവിടെ നമ്മൾ വായിക്കേണ്ട ധാരാളം കാര്യങ്ങൾ നിങ്ങൾക്ക് ചിന്തിക്കാനുണ്ട്. നിങ്ങൾക്കത് ചിന്തിക്കാതെ ഞാൻ പ്രത്യേകമായിട്ട് ഹൈലൈറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഇന്നത്തെ വായനാഭാഗത്തിൽ അവിടെ ഒരു കാര്യം നിങ്ങൾ വായിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോസ്തലപ്രവൃത്തി 15-ാം അധ്യായം 24-ാം വാക്യം. ഞങ്ങൾ കൽപ്പന കൊടുക്കാതെ, ഈ നമ്മുടെ സഭയുടെ അധ്യക്ഷന്മാർ, ഇപ്പൊ പാത്രിയർക്കീസ് ബാവായോ ഒക്കെ കൽപ്പന കൊടുക്കുക. ചില ആളുകള് ചോദിക്കാറുണ്ട്, ഈ രാജാക്കന്മാരല്ലേ കൽപ്പന കൊടുക്കുന്നേ, ഇപ്പൊ എന്തിനാ ഈ തിരുമേനിമാരൊക്കെ കൽപ്പന കൊടുക്കുന്നേ, അതൊരു ജാതീയ സമ്പ്രദായമല്ലേ എന്ന് തോന്നും. എന്നാൽ ഈ കൽപ്പന കൊടുക്കുന്ന ഈ പതിവ് സഭയ്ക്ക് ഇതെവിടെ നോക്കാം. അപ്പോസ്തലപ്രവൃത്തി 15 കിടപ്പുണ്ട്. അവിടെയാണ് ഞങ്ങൾ കൽപ്പന കൊടുക്കാതെ ചിലർ ഞങ്ങളുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ടു, നിങ്ങളെ വാക്കുകളാൽ ഭ്രമിപ്പിച്ചു. അപ്പൊ സഭയുടെ ഡെലിഗേഷൻ ഇല്ലാതെ നിങ്ങൾ എവിടുന്നാണ് ഈ പ്രസംഗിക്കാൻ നിങ്ങൾക്ക് അധികാരം? അത് ഞങ്ങൾക്ക് തോന്നി ഞങ്ങളത് പ്രസംഗിച്ചെന്നേ ഉള്ളൂ. പക്ഷെ അത് ക്രിസ്തീയമല്ല. അതിന് മാനദണ്ഡമുണ്ട്. കൽപ്പന വേണം, അനുവാദം വേണം. കൽപ്പന കൂടാതെ പ്രസംഗിക്കാൻ പാടില്ല. അതാണ് നമ്മൾ തിരുവെഴുത്തിൽ പറയുന്നത്. റോമാലേഖനത്തിൽ പൗലോസ് എഴുതുകയാണ്,
അവർ കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും? റോമാലേഖനം 10:14 പ്രസംഗിക്കുന്നവനില്ലാതെ എങ്ങനെ കേൾക്കും? ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും? അപ്പൊ ആരെങ്കിലും അയച്ചെങ്കിൽ മാത്രമേ പ്രസംഗിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ആരും അയക്കാതെ പ്രസംഗിക്കാൻ പറ്റത്തില്ല. ആരും അയക്കാതെ പ്രസംഗിക്കാൻ പറ്റത്തില്ല. അങ്ങനെ പ്രസംഗിക്കുന്നത് തെറ്റാണ് എന്ന് വളരെ വ്യക്തമായി, വളരെ കൃത്യമായി അവിടെ എഴുതിയിരിക്കുകയാണ്. വളരെ കൃത്യമായി. പലപ്പോഴും നമുക്ക് തോന്നും ബൈബിളിലുണ്ടല്ലോ, ബൈബിൾ വെച്ച് പ്രസംഗിക്കുന്നു. ഇന്ന് പല ധാരാളം ആളുകൾ പ്രസംഗിക്കുന്നുണ്ട്. പക്ഷെ പ്രസംഗിക്കുന്നത് സഭയിൽ നിന്ന് അനുവാദമില്ലാതെയാണ്. അപ്പം അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറഞ്ഞ ആരും അയക്കാതെ എങ്ങനെയാണ് പ്രസംഗിക്കുന്നത്? ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും? അപ്പോൾ ഇവിടെ അപ്പോസ്തല പ്രവൃത്തിയിൽ നമ്മൾ വായിക്കുകയാണ് 15-ാം അധ്യായം. ചിലർ ഞങ്ങളുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ടു, നിങ്ങളെ വാക്കുകളാൽ ഭ്രമിപ്പിച്ചു. അപ്പം ഓതന്റിക് ചർച്ചിൽ നിന്ന് പുറപ്പെട്ടു വന്ന് ഭ്രമിപ്പിച്ചു. അപ്പൊ നമ്മൾ പറയുക കുഴപ്പമില്ല, അവർ ആ ചർച്ചിൽ നിന്നാണ്. അതുകൊണ്ടാണ് പെന്തക്കോസ്ത സഭകളുടെ, ഇന്നെ ആരെങ്കിലും പെന്തക്കോസ്ത് വിഭാഗത്തിൽപ്പെട്ടവർ കേൾക്കുന്നുണ്ടെങ്കിൽ, വാട്ട് ഈസ് ദ ഓതന്റിസിറ്റി ഓഫ് യുവർ പ്രീച്ചിങ്? പുറകോട്ട് പോയാൽ എന്താണ് ഓതന്റിസിറ്റി ഉള്ളത്? നോ ഓതന്റിസിറ്റി, ഒന്നുമില്ല. ഞങ്ങളുടെ ഇടയിൽ നിന്ന് വന്നവരാണ്, പക്ഷേ അവർക്ക് കൽപ്പനയില്ലായിരുന്നു. ഞാൻ പറഞ്ഞല്ല, അപ്പോസ്തല പ്രവൃത്തി 15 എന്നാണ് വായിച്ചത്. ചില ആൾക്ക് ബൈബിളിൽ നിന്ന് കണ്ടെങ്കിലേ കാര്യങ്ങൾ മനസ്സിലാത്തുള്ളൂ. യോഹന്നാൻ എഴുതിയ ലേഖനം 1 യോഹന്നാൻ 2-ാം അധ്യായം 1 യോഹന്നാൻ 2-ാം അധ്യായം 19 അവർ നമ്മുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ടു, എങ്കിലും നമുക്കുള്ളവർ ആയിരുന്നില്ല. അവർ നമുക്കുള്ളവർ ആയിരുന്നു എങ്കിൽ നമ്മോടുകൂടെ പാർക്കുമായിരുന്നു. എന്നാൽ എല്ലാവരും നമുക്കുള്ളവരല്ല എന്ന് പ്രസിദ്ധമാകണമല്ലോ. 1 യോഹന്നാൻ 2:19. അവർ നമ്മുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ടു, എങ്കിലും നമുക്കുള്ളവർ ആയിരുന്നില്ല. നമ്മുടെ ഉപദേശത്തിന് വിരുദ്ധമായ ഉപദേശം അവർ പ്രസംഗിച്ചു. അപ്പം ഹിസ്റ്റോറിക് ചർച്ച് ഓഫ് ക്രൈസ്റ്റ്, ഹിസ്റ്റോറിക് ചർച്ച്, ദ ഓതന്റിക് ചർച്ച്, ദ അപ്പോസ്തോലിക് ചർച്ച്, പിതൃസുത പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവത്തിൽ വിശ്വസിക്കുന്ന, ദൈവമാതാവായ കന്യക മറിയത്തിൽ വിശ്വസിക്കുന്ന, യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തിലും മനുഷ്യത്വത്തിലും ഒരുപോലെ വിശ്വസിക്കുന്ന ആധികാരികമായ അപ്പോസ്തോലിക സഭയുടെ കൂട്ടായ്മയിൽ നിന്ന് വിട്ടുപോയി. അതിന് വിപരീതമായ ഉപദേശങ്ങൾ പ്രസംഗിക്കുന്നവർ അവര് നമുക്കുള്ളവരല്ല എന്ന് തിരുവെഴുത്ത് ആധികാരികമായി പറയുകയാണ്. ആ ഭാഗമാണ് അപ്പോസ്തല പ്രവൃത്തികൾ ഇന്നത്തെ വായനാ ഭാഗത്ത് നമ്മൾ കണ്ടത്. അപ്പം അടുത്ത ഭാഗം പിന്നെ ധാരാളമുണ്ട്. പിന്നെ സിറിയയിലെ ശുശ്രൂഷ തുടരുന്നതും കാര്യങ്ങളുണ്ട്. അപ്പോസ്തല പ്രവൃത്തിയാണ്, നിങ്ങൾക്ക് ഈസിക്ക് വായിച്ച് ഗ്രഹിക്കാനുള്ളതാണ്. അടുത്തത് നമ്മൾ വായിക്കുന്നത് 2 കൊരിന്ത്യർ 9-ാം അധ്യായം 1 മുതൽ 15 വരെ. അതോടുകൂടി ഇന്നത്തെ വായനാ ഭാഗങ്ങൾ അവസാനിക്കുകയാണ്. അവസാനത്തെ ഭാഗമാണ് 2 കൊരിന്ത്യർ 9-ാം അധ്യായം
2 കൊരിന്ത്യർ 9 അധ്യായം 1 മുതൽ 15 വരെ. വിശുദ്ധന്മാർക്ക് വേണ്ടി നടത്തുന്ന ദ്രവ്യശേഖരത്തെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതേണ്ടത് ആവശ്യമില്ലല്ലോ. അഖായ കീഴാണ്ട് മുതൽ ഒരുങ്ങിയിരിക്കുന്നുവെന്ന് ഞാൻ നിങ്ങളെക്കുറിച്ച് മക്കദോന്യരോട് പ്രശംസിച്ച നിങ്ങളുടെ മനസ്സൊരുക്കം ഞാൻ അറിയുന്നു. നിങ്ങളുടെ എരിവ് മിക്ക പേർക്കും ഉത്സാഹ കാരണമായി തീർന്നിരിക്കുന്നു. നിങ്ങളെക്കുറിച്ച് ഞാൻ പറയുന്ന പ്രശംസ ഈ കാര്യത്തിൽ വ്യർത്ഥമാകാതെ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ഒരുങ്ങിയിരിക്കേണ്ടതിന് തന്നെ ഞാൻ സഹോദരന്മാരെ അയച്ചത്. അല്ലെങ്കിൽ പക്ഷേ മക്കദോന്യർ എന്നോടുകൂടെ വരികയും നിങ്ങളെ ഒരുങ്ങാത്തവരായി കാണുകയും ചെയ്താൽ നിങ്ങൾ എന്നല്ല ഞങ്ങൾ തന്നെ ഈ അതിധൈര്യ നിമിത്തം ലജ്ജിച്ചു പോകുമല്ലോ. ആകയാൽ സഹോദരന്മാർ ഞങ്ങൾക്ക് മുമ്പായി അങ്ങോട്ട് വരികയും നിങ്ങൾ മുമ്പേ വാഗ്ദത്തം ചെയ്ത അനുഗ്രഹം പിശുക്കായിട്ടല്ല അനുഗ്രഹമായിട്ട് ഒരുങ്ങിയിരിപ്പാൻ തക്കവണ്ണം മുമ്പ് കൂട്ടി ഒരുക്കി വെക്കുകയും ചെയ്യേണ്ടതിന് അവനോട് അപേക്ഷിപ്പാൻ ആവശ്യം എന്ന് ഞങ്ങൾക്ക് തോന്നി. എന്നാൽ ലോഭമായി വിതയ്ക്കുന്നവൻ ലോഭമായി കൊയ്യും, ധാരാളമായി വിതയ്ക്കുന്നവൻ ധാരാളമായി കൊയ്യും എന്ന് ഓർത്തുകൊള്ളുവീൻ. അവനവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ. സങ്കടത്തോടെ അരുത്, നിർബന്ധത്താലും അരുത്. സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി സകല സൽപ്രവൃത്തിയിലും പെരുകി വരുമാറ് നിങ്ങളിൽ സകല കൃപയും പെരുകുവാൻ ദൈവം ശക്തനാകുന്നു. അവൻ വാരി വിതറി ദരിദ്രന്മാർക്ക് കൊടുക്കുന്നു, അവന്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. എന്നാൽ വിതയ്ക്കുന്നവന് വിത്തും ഭക്ഷിപ്പാൻ ആഹാരവും നൽകുവാൻ തക്കവണ്ണം നിങ്ങളുടെ വിതയും നൽകി പൊലിക്കുകയും നിങ്ങളുടെ നീതിയുടെ വിളവ് വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഇങ്ങനെ ദൈവത്തിന് ഞങ്ങളാൽ സ്തോത്രം വരുവാൻ കാരണമായിരിക്കുന്ന ഔദാര്യമൊക്കെയും കാണിക്കേണ്ടതിന് നിങ്ങൾ സകലത്തിലും സമ്പന്നന്മാരാകും. ഈ നടത്തുന്ന ധർമ്മശേഖരം വിശുദ്ധന്മാരുടെ ബുദ്ധിമുട്ട് തീർക്കുന്നതല്ലാതെ ദൈവത്തിന് അനവധി സ്തോത്രം വരുവാൻ കാരണവുമാകും. ഈ സഹായത്താൽ തെളിയുന്ന സിദ്ധത ഹേതുവായി ക്രിസ്തുവിന്റെ സുവിശേഷം നിങ്ങൾ സ്വീകരിച്ച അനുസരണം നിമിത്തവും അവരോടും എല്ലാവരോടും നിങ്ങൾ കാണിക്കുന്ന കൂട്ടായ്മയുടെ ഔദാര്യ നിമിത്തവും അവർ ദൈവത്തെ മഹത്വപ്പെടുത്തും. നിങ്ങൾക്ക് ലഭിച്ച അതിമഹത്തായ കൃപ നിമിത്തം അവർ നിങ്ങളെ കാണുവാൻ വാഞ്ചിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പറഞ്ഞു തീരാത്ത ദാനനിമിത്തം ദൈവത്തിന് സ്തോത്രം. ഫണ്ട് റൈസിംഗ് ആണ് പൗലോസ് ശ്ലീഹ 2 കൊരിന്ത്യർ 9 അധ്യായം മുഴുവൻ ഫണ്ട് റൈസിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. പൗലോസ് ശ്ലീഹായ്ക്ക് തടാക തീരത്ത് ഒരു മാൻഷനും ഒരു ഉല്ലാസ നൗകയും 3 100 ഏക്കർ തേയിലത്തോട്ടവും വാങ്ങാൻ വേണ്ടിയായിരുന്നു ധർമ്മശേഖരം നടത്തിയത്. ഈ വാക്യത്തിന്റെ മറവിലും ഇതിന്റെ കെയർ ഓഫിലുമൊക്കെയാണ് ആളുകൾ അങ്ങനെ ധർമ്മശേഖരം നടത്തുന്നത്. വിശുദ്ധന്മാരുടെ മുട്ടു തീർക്കാൻ വേണ്ടി ക്ഷാമമുള്ള ദേശങ്ങളിലെ യെരുശലേമിലെ പ്രതികൂലത്തിലിരിക്കുന്ന സഭയിലെ അംഗങ്ങളുടെ ആവശ്യത്തിനു വേണ്ടിയാണ് ധർമ്മശേഖരം നടത്തിയത്. അല്ലാതെ ഈ ലീഡറുടെ സ്വകാര്യ സുഖഭോഗങ്ങളിൽ ചെലവഴിക്കുവാൻ യാത്രാ സൗകര്യം കൂട്ടേണ്ടതിന് റോൾസ് റോയ്സ് വാങ്ങാനൊന്നും അല്ല. അപ്പോൾ ഈ 2 കൊരിന്ത്യർ 9 അധ്യായം നിങ്ങൾ കെയർഫുള്ളായിട്ട് വായിക്കണം, വീണു പോകരുത്. കാരണം അതിനകത്തെ പല വാക്യങ്ങളുമാണ് വഞ്ചകന്മാർ ഉപയോഗിക്കുന്നത്. കാരണം ഞങ്ങളുടെ ഇടയിൽ നിന്ന് അവർ പുറപ്പെട്ടു, ഞങ്ങളോട് ബന്ധമില്ല, ഞങ്ങൾ പറയുന്നവർ കേൾക്കുന്നില്ല, ഞങ്ങളിൽ നിന്ന് കൽപ്പനയില്ല, അവർ ഞങ്ങളോടുകൂടെ പാർക്കുന്നില്ല, അവർ ഞങ്ങൾക്കുള്ളവരല്ല, ഞങ്ങൾക്കുള്ളവരായിരുന്നെങ്കിൽ അവർ ഞങ്ങളോടുകൂടെ പാർക്കുമായിരുന്നു. അവർ ഞങ്ങൾക്കുള്ളവരായിരുന്നു എങ്കിൽ അവർ ഞങ്ങളോടുകൂടെ പാർക്കുമായിരുന്നു. അവർ ഞങ്ങൾക്കുള്ളവരല്ല എന്ന് വളരെ വ്യക്തമാണ്. അവർ ഞങ്ങൾക്കുള്ളവരല്ല. അപ്പം പാതി നോയമ്പിന്റെ ബുധനാഴ്ച, പാതി ബുധനാണിന്ന്.
നമ്മുടെ ശുശ്രൂഷയിൽ ആർക്കൊക്കെ പങ്കെടുക്കാൻ സാധിക്കും എന്നറിയത്തില്ല. വളരെ പ്രതികൂലമാണ്. അമേരിക്കയിൽ ഞങ്ങളുടെ ഇവിടെ പള്ളികളിൽ അച്ഛനടക്കം 10 പേർക്ക് മാത്രമേ പ്രവേശനത്തിന് അനുവാദമുള്ളൂ. അപ്പം ആദ്യം ചെല്ലുന്ന 5-6 പേർക്ക് കയറാം, അത് കഴിഞ്ഞുള്ളവരെ കയറ്റത്തില്ല. കടകളിൽ പോലും 10 പേരെ കയറ്റുന്നുള്ളൂ. ഒരു സമയം ക്യൂ നിൽക്കുകയാണ്. 10 പേര് കയറുക, ഇപ്പുറത്തെ ഡോറിൽ കൂടെ ഒരാൾ ഇറങ്ങുമ്പോൾ ഒരാളെ കയറ്റി വിടും. അറ്റ് എ ടൈം കടയ്ക്കുള്ളിൽ അത്രയും പേരെ അനുവദിക്കുന്നുള്ളൂ. റെസ്റ്റോറൻറ്റുകളെല്ലാം അടച്ചിരിക്കുകയാണ്. റോഡുകളൊക്കെ ഏറെക്കുറെ വിജനമാണ്. ലോകം മുഴുവൻ ആയിട്ട് ഒരു മരണ വീട് പോലെ ആയിട്ടുണ്ട്. വീഥികളിൽ നിന്ന് ആളുകൾ ഒഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു. ഒഴിഞ്ഞു കഴിഞ്ഞു. മദ്യശാലകളിൽ അനക്കമില്ല. നൃത്തശാലകളിൽ ചലനങ്ങളില്ല. ലോകം മൊത്തമായി ഗ്ലോബൽ വില്ലേജ് എന്നൊക്കെ പറയും. നൗ ഇറ്റ്സ് എ ഗ്ലോബൽ മോർണിംഗ് വില്ലേജ്. വിലപിക്കുന്ന ഒരു ഗ്രാമമായി മാറിയിരിക്കുന്നു. ധനുതാപത്തിന്റെ സമയമാണ്, പാതിനോയമ്പിന്റെ സമയം. പരിശുദ്ധ ശ്ലീബ ഉയർത്തപ്പെട്ട ഈ പാതിനോയമ്പിൽ അനുതാപത്തോടെ പ്രാർത്ഥിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, അതാണ് നമ്മൾ മുമ്പ് വായിച്ച വായന ഭാഗം, ദ സ്പിരിറ്റ് ഓഫ് ഗ്രേസ് ആൻഡ് സപ്ലിക്കേഷൻസ്, താഴ്മയോടെ ആയിരിക്കാനുള്ള ഗ്രേസ്, കൃപ. കണ്ടാലും അവൻ തൻ്റെ ദാസിയുടെ താഴ്ചയെ കടാക്ഷിച്ചുവല്ലോ. കണ്ടാലും അവൻ തൻ്റെ ദാസിയുടെ താഴ്ചയെ കടാക്ഷിച്ചുവല്ലോ. അപ്പൊ ആ താഴ്ച ദൈവം തമ്പുരാൻ ആ താഴ്ചയെ കടാക്ഷിച്ചു. അപ്പൊ ആ കൃപയുടെയും യാചനകളുടെയും ആത്മാവ്, കൃപയുടെയും യാചനകളുടെയും ആത്മാവ്, ദ സ്പിരിറ്റ് ഓഫ് ഗ്രേസ് ആൻഡ് സപ്ലിക്കേഷൻസ്, അതോടുകൂടെ ഇന്ന് സ്ലീബ ഉയർത്തുന്ന, ഗോകുൽഥ ഉയർത്തുന്ന ഈ പാതി ബുധനാഴ്ച പ്രഭാതത്തിൽ നിങ്ങൾക്കെല്ലാം അനുഗ്രഹങ്ങളെ അർപ്പിക്കുന്നു. പതിവ് പോലെ നിങ്ങൾക്ക് എല്ലാവർക്കും പള്ളിയിൽ പോകാനുള്ള ഫ്രീഡം ഉണ്ടായിരിക്കില്ല. വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കാം, സ്ലീബായെ ധ്യാനിക്കാം. കർത്താവിൻ്റെ വിജയ സ്ലീബ നമ്മെ നിശ്ചയമായും വിടുവിക്കും. ആയിരങ്ങൾ മരിച്ചു വീണുകൊണ്ടിരുന്ന ഇസ്രായേൽ പാളയത്തിന്റെ നടുവിൽ മോശ ആ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രൻ ഉയർത്തപ്പെടേണ്ടതാകുന്നു. ആ മഹാമാരിയിൽ നിന്ന്, ആ ബാധയിൽ നിന്ന് അനേകർ ആ പിച്ചള സർപ്പത്തെ നിമിത്തം രക്ഷ പ്രാപിച്ചുവെങ്കിൽ ഈ പരിശുദ്ധ സ്ലീബ നിമിത്തം എല്ലാ ബാധകളിൽ നിന്നും ജനം വിടുതലും വിമോചനവും പ്രാപിക്കുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി യാചിക്കാം, കരുണയ്ക്കായി പ്രാർത്ഥിക്കാം. അതാണ് നമ്മുടെ ഏറ്റവും പ്രോമിനന്റ് പ്രയർ. ഫ്രീക്വന്റ് ആയിട്ട് നമ്മൾ റിസൈറ്റ് ചെയ്യുന്ന പ്രയർ, കുറിയലൈസോൻ, കുറിയലൈസോൻ, കുറിയലൈസോൻ. കർത്താവായ യേശുവേ, ദൈവപുത്ര, പാപിയായ എന്നോട് കരുണ ചെയ്യണമേ. കർത്താവായ യേശുവേ, ദൈവപുത്ര, പാപിയായ എന്നോട് കരുണ ചെയ്യണമേ. ഇങ്ങനെ ഓരോ മണികൾ ഉതിർന്നു പോകുമ്പോൾ കരുണയുടെ പ്രാർത്ഥന, കരുണയുടെ ജപമാല നമ്മുടെ കൈകളിൽ ചലിക്കട്ടെ. ലോകത്തിനോട് മുഴുവന് വേണ്ടി കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, ദൈവപുത്ര, പാപിയായ എന്നോട് കരുണ ചെയ്യണമേ. കർത്താവായ യേശുവേ, ദൈവപുത്ര, പാപിയായ എന്നോട് കരുണ ചെയ്യണമേ. ആരും പാപം നിറഞ്ഞിരിക്കുന്ന ഈ ലോകത്തോട് കരുണ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കരുത്. അത് ലോകത്തെ ബ്ലെയിം ചെയ്യുന്നതാണ്. സോ പാപിയായ എന്നോട് കരുണ ചെയ്യണമേ. നമ്മുടെ പാപത്തെ, നമ്മുടെ കുറവിനെ, നമ്മുടെ ബലഹീനതയെ തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, മേഴ്സിക്കായി പ്രാർത്ഥിക്കാം. കാരണം കരുണയാണ്, യാഗത്തിലല്ല, കരുണയിലാണ് കർത്താവ് പ്രസാദിക്കുന്നത്. ആത്മാക്കളെ രക്ഷിച്ചൊരു നിൻ സ്ലീബായെ നമിച്ചങ്ങൾ ചോരനോടൊപ്പം ചൊല്ലുന്നു മശീഹ, ഓർക്കങ്ങളെ നീ വന്നി
ആത്മത്തിന് അതിനാലെ രക്ഷയുണ്ടായി എന്ന സ്ലീബായെ ഞങ്ങൾ കുമ്പിടുന്നു. മശിഹ തമ്പുരാനെ, നീ എഴുന്നള്ളി വരുമ്പോ ഞങ്ങളെയും ഓർക്കണമെന്ന് കള്ളനോടുകൂടി ഞങ്ങളും ചൊല്ലുന്നു. ഇന്ന് പള്ളിയുടെ നടുവിൽ വെക്കുന്ന ഉയർത്തുന്ന ആ സ്ലീബ നമ്മുടെ ഹൃദയത്തിന്റെ മധ്യത്തിലാണ് ഉയർത്തപ്പെടേണ്ടത്. ഹൃദയത്തിന്റെ മധ്യത്തിൽ സ്ലീബായുള്ളവരായി നോയമ്പിന്റെ തുടർ ദിവസങ്ങളിൽ സഞ്ചരിക്കുവാൻ കൃപയുടെയും യാചനകളുടെയും ആത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരു ശുഭദിനം നിങ്ങൾക്ക് ആശംസിക്കുന്നു. മേ ഗോഡ് ബ്ലസ് യു.